ഭഗവന്നാമങ്ങളെ ഉച്ചരിച്ചുച്ചരിച്ചിരുന്നാൽ ജന്മജന്മാന്തരാർജിതങ്ങളായിരിക്കുന്ന ദുരിതരാശികൾ യഥാവലേ സംഭൃതങ്ങളായി ചമയുമെന്നല്ലോ നിശ്ചയമത്രയാകുന്നത് എന്നതുകൂടാതെ കണ്ട് മറ്റ് സാരങ്ങളായി അനിത്യങ്ങളായി അല്പസുഖപ്രദങ്ങളായിരിക്കുന്ന ഓരോരോ അർത്ഥപുത്രമിത്രകളത്രാദികളിൽ ഭ്രമിച്ച് വൃഥാ തന്നെ കാലക്ഷേപം ചെയ്ത അത് ഈ മനുഷ്യർക്കെത്ര കഷ്ടം. മനുഷ്യജന്മം എഴുതായിട്ട് ലഭിക്കുന്ന ഒരു വസ്തുവെന്നാൽ ആയതൊക്കവേയും കൊള്ളാം. സുഹൃത ദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കുന്ന സമയത്തിങ്കലേ മനുഷ്യജന്മത്തെ ലഭിക്കൂ എന്ന ജന്മത്തെ ദൈവഗത്യാ ലഭിച്ച വാർപക്ഷം വ്യർത്ഥമാക്കി കളയാതെ കണ്ട് ഒരവസരം വരുന്ന സമയത്തിങ്കൽ ഈശ്വര സേവ ചെയ്ത് ദുരിത നിവൃത്തി വരുത്തി ഗതി വരുത്താനായി കൊണ്ടുവേണമതേ എല്ലാ ജനങ്ങളും എല്ലാ സമയത്തെങ്കിലും പ്രയത്നം ചെയ്യുവാൻ. ആയതത്രേ ഇവിടെ ജന്മസാഫല്യമാകുന്നത്. വാസുദേവ വപ്പായാൽ അവണ്ണമെല്ലാം ഇരിക്കുന്ന വാസുദേവൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. ആര് വാസുദേവനോ എന്തിനാകുന്നത് ഇത്ര വളരെ സംശയിക്കുന്നത്? വൃഷ്ണികുലാലങ്കാരഭൂതനായി വസുദേവാത്മജനായി സത്യഭാമാവല്ലഭനായി ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനെ തന്നെയാകുന്നത്. ഭവാന്മാരുടെ രക്ഷയ്ക്കായി കൊണ്ട് കൽപ്പിച്ചത് നല്ല ശിക്ഷാ വഴി പോലെ ബോധിച്ചു. അത്രയ്ക്ക് രക്ഷാസാമർഥ്യമുണ്ടായി. നിന്തിരുവടിയെപ്പോലെ മറ്റാരുമില്ല എങ്കിലും ഔവണ്ണമെല്ലാം ഇരിക്കുന്ന വാസുദേവൻ എന്നല്ലോ പറഞ്ഞത്. ആയത് ഹേതുവായിട്ട് അവസ്ഥാഭേദവും കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഉപാസനയ്ക്ക് ശക്തിയേറാനുണ്ടായിരുന്നു.
പാഞ്ചാല മഹാരാജാവ് തന്റെ പുത്രി പാഞ്ചാലിയുടെ സ്വയംവരം ദീനപരീക്ഷയായി നിശ്ചയിച്ച് ഭൂമണ്ഡലവർത്തികളായിരിക്കുന്ന സകല രാജാക്കന്മാരെയും ക്ഷണിച്ച സമയത്തിങ്കൽ, പ്രാപ്തന്മാരായി മടങ്ങിയ സമയത്തിങ്കൽ, ചില ബ്രാഹ്മണരുടെ നിർബന്ധപ്രകാരിയിരിക്കുന്ന അർജുനൻ വില്ലെടുക്കാനായി കൊണ്ടു പുറപ്പെടുകയും ചെയ്തു. തദനന്തരമാകട്ടെ പ്രദക്ഷിണീകൃത്യ തദപ്രണമ്യ കോദണ്ഡമാദ്യായ ച സവ്യസാചീ ഉദഞ്ജയൻ പഞ്ചശവാരമേനം ആരോപയാമാസ ബലി സലീലം. സവ്യസാചി പ്രദക്ഷിണീകൃത്യ, സവ്യസാചി പ്രദക്ഷിണത്തെ ചെയ്തു. സവ്യസാചി അർജുനൻ ആദ്യമായിട്ട് ആ വില്ലിനൊന്നുകൂടെ പ്രദക്ഷിണം വെക്കുകയുണ്ടായത്. ഇതേതാ സമയം, എപ്പോഴാണ് അർജുനൻ വില്ലിനെ പ്രദക്ഷിണം വെക്കുണ്ടായത് എന്നാണെങ്കിൽ, പാഞ്ചാല മഹാരാജാവ് ദ്രുപദ മഹാരാജാവ് പുത്രി പാഞ്ചാലിയുടെ സ്വയംവരം വീരപരീക്ഷയായിട്ട് നിശ്ചയിച്ചു കഴിഞ്ഞു. പാഞ്ചാല മഹാരാജാവ് പുത്രിയുടെ സ്വയംവരം വീരപരീക്ഷയായിട്ട് നിശ്ചയിക്കൽ കഴിഞ്ഞു എന്നാ പറഞ്ഞത്. സ്വയംവരം, വിവാഹം, വിവാഹത്തിലൊക്കെ പരീക്ഷ ബുദ്ധിമുട്ടോ? അങ്ങനെ പറഞ്ഞു കേൾക്കുണ്ടായിട്ടില്ല. ഓ, വിവാഹത്തിന് പരീക്ഷ പറഞ്ഞത് മനസ്സിലായോ നിനക്ക്? വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ പരീക്ഷ ജയിക്കണം എന്നാ പറയണത്. കഷ്ടം മേപ്പെട്ട് നോക്കുക ചെയ്യണത് അല്ലേ? സ്വതേ പരീക്ഷ എന്ന് കേട്ടാ പിന്നെ എനിക്ക് ഉടനെ വകയാണ്. ഈ പരീക്ഷയിൽ ജയിച്ച കന്യകയെ തരാവുന്ന ആ വിദ്വാനും അറിയാട്ടോ. സന്തോഷായി. ഒരെണ്ണം തരാക്കിയാ തിരക്കിടില്ല തോന്നുന്നു. നാണാവധി കഴിഞ്ഞുട്ടോ. വിവാഹം എന്ന് കേട്ടപ്പോഴേക്കും നാണ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിവാഹം നടക്കണമെങ്കിൽ പരീക്ഷ ജയിക്കണം എന്നാ പറയണത്. അങ്ങനെ കേൾക്കുണ്ടായിട്ടല്ലോ വിവാഹത്തിന് പരീക്ഷ. ഓ, അവിടെ കണ്ടിട്ട് വിവാഹമൊക്കെ കഴിഞ്ഞ കൂട്ടത്തിലാ തോന്നുന്നു. എങ്ങനെയാ പരീക്ഷയൊക്കെ ജയിച്ചിട്ടാണോ വിവാഹം ഉണ്ടായത്? അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുക ചെയ്യണത് എന്നെ അല്ലാന്നുള്ള ഭാവത്തിൽ ആ കയ്യൊക്കെ കെട്ടിയിരിക്കണ കണ്ടാൽ തന്നെ അറിയാം അല്ലേ? വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസായിട്ടുള്ളതാണ്, സുഖായിട്ടുള്ളതാണ് എന്ന് കരുതി പോയി കഴിക്കുണ്ടായി. കുറച്ച് നേരമായിട്ടോ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. വന്നപ്പോ തൊട്ട് ആ ബുദ്ധിമുട്ട് ചെയ്യണതേ. കുറെ നേരമായി വടിയിൽ വെച്ചിരിക്കുന്നുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോ അപ്പുറത്ത് ഏൽപ്പിച്ച് എണീറ്റ് പോയി. വീണ്ടും തിരിച്ച് അങ്ങോട്ട് തന്നെ വണ്ടി വന്നു കേട്ടോ. ആ മടിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങണില്ല. വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസായിട്ടുള്ളതാണ്, സുഖായിട്ടുള്ളതാണെന്ന് പോയി കഴിക്കുണ്ടായി. കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വിവാഹം എന്ന് പറയണ തന്നെ ഒരു പരീക്ഷയാണ് എന്ന്. സാധാരണ പോലെയാണെങ്കിൽ ഇങ്ങനെയുള്ള ഉത്സവങ്ങൾക്കൊക്കെ സുഖമായിട്ട് വരാൻ തരാവാറുണ്ട്. ഇതിപ്പോ അങ്ങനെയല്ല കേട്ടോ. കയ്യൊന്ന് ഒഴിയണ നേരം ഞാനാ പറയണത്. ആ മടിയിലിരുത്തി അവിടെ അതന്നെ നിവർത്തിച്ചു കേട്ടോ. എന്തായാലും അതെ, വിവാഹമൊക്കെ കഴിഞ്ഞ കൂട്ടത്തിലാ തോന്നുന്നുണ്ട്. എങ്ങനെയാ പരീക്ഷയൊക്കെ ജയിച്ചിട്ടാണോ ഉണ്ടായത്? അതല്ല പിന്നെന്താ വിവാഹത്തിന് വീരപരീക്ഷ എന്ന് പറയുണ്ടായത്? അതിന് കാരണമുണ്ട്. അതെന്താ? പാഞ്ചാലിയുടെ വിവാഹം തീർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു. പാഞ്ചാലിയെ വിവാഹം കഴിച്ചു കൊടുക്കണം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കാ പാഞ്ചാലി വിവാഹം കഴിച്ചു കൊടുക്കണം നിശ്ചയിച്ചത്? അർജുനന്. മധ്യമ പാണ്ഡവനായിട്ടുള്ള, പാണ്ഡവന്മാരിൽ പ്രധാനിയായിട്ടുള്ള അർജുനന് വിവാഹം കഴിച്ചു കൊടുക്കണം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന കന്യകയാണ് പാഞ്ചാലി. അങ്ങനെ വിവാഹമൊക്കെ തീർച്ചയാക്കി മുഹൂർത്തമൊക്കെ നോക്കി കാത്തിരിക്കുമ്പോഴാണ് കേൾക്കുണ്ടായത് അർജുനനും മറ്റു പാണ്ഡവന്മാരും അരക്കിലെത്തപ്പെട്ട് വെന്തു മരിച്ചു. ആ അരക്കിലെത്തപ്പെട്ട മാതാവായിട്ടുള്ള കുന്തിദേവിയോടൊപ്പം അരക്കിലെത്തപ്പെട്ട് സിദ്ധി കൂടിയെന്ന് കേട്ടു. ഇതങ്ങോട്ട് കേട്ടപ്പോ ദ്രുപദ മഹാരാജാവിനും അതെ നന്ന വിഷമായി. കാരണം എന്താ? പുത്രിയുടെ വിവാഹം കഴിക്കാൻ തീർച്ചയായിട്ടുള്ള ആള് അരക്കില്ലെത്തപ്പെട്ട് മരിച്ചു എന്നാ കേൾക്കണത്. ആലോചിച്ചു എന്താ വേണ്ടത്? അർജുനൻ മരിച്ചു എന്ന് ഇരിച്ചിട്ട് പുത്രിയുടെ വിവാഹം